മക്കളെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊന്നാനിക്കാറുള്ള ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. അതെന്താന്ന് പറഞ്ഞാൽ അമ്പായത്തിൻ്റെ അടയാണ്. അത് നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. കറുമുറാന്ന് തിന്നാനും ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. അതിനി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. ഞാനിവിടെ 2 കപ്പ് മാവായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഈ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ മാവിനെ ഒന്ന് വാട്ടിയെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. 2 കപ്പ് പൊടിക്ക് നമ്മൾ പൊടിയെടുത്ത കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് അതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളത്തിന് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ ഇളകി വരട്ടെ. ഇനി നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം വെള്ളം. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച പൊടി ഇതിൽ കൊട്ടി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കാം, നന്നായിട്ട് കിണ്ടിയെടുക്കാം. വെള്ളത്തിൽ മാവ് ഫുള്ള് നനയണത് പോലെ കിണ്ടണം കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ ഇളക്കണ പോലെ, പൊടി വാട്ടണത് പോലെ കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് കിണ്ടിയെടുത്തിട്ടുണ്ട്. എല്ലാ മാവും വെള്ളത്തിൽ നനവുണ്ടായി, മാവൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തൊരു വലിയ പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. ഇനി ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ ഒരു 5-8 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് കളറായി വരട്ടെ. ഒരു ഗോൾഡൻ കളറാവണ വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ ഒരു ഗോൾഡൻ കളറായി വരണം ഉള്ളി. ഇനി നമുക്കിത് നമ്മുടെ മാവിലേക്ക് എടുത്ത് കൊട്ടാം. ഇനി നമുക്കൊരു കോഴിമുട്ടേനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ പാടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമുക്കിതെല്ലാതും പാടെ ഒന്ന് മിക്സാക്കിയെടുക്കാം. അപ്പം മക്കളെ, നമ്മുടെ പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ പത്തിരിക്ക് കുഴക്കണ പോലെ വല്ലാതെ കുഴക്കണ്ട, നൂൽപുട്ടിന് കുഴക്കണ പരുവത്തിൽ കുഴച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. സേവനാഴിയിൽ അച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് നമ്മൾ സാധാ നൂൽപുട്ടുണ്ടാക്കണ അച്ചാണ്. ഇത് കുഞ്ഞ് ദോരയിലേ ഉള്ളു. അപ്പം ഇത് പീച്ചുമ്പോൾ ഇതിലൂടെ വരില്ല. അതെന്താന്ന് ചോദിച്ചാൽ ഉള്ളിയൊക്കെ ഇതിൽ വന്ന് തടഞ്ഞിരിക്കും. ഇത് അതിൻ്റെ വലുതാണ്. ഇതിൽ വേണം നമുക്ക് പീച്ചെടുക്കാൻ. അപ്പം ഇതിൽ കിട്ടും. പക്ഷേ നൂൽപുട്ട് ഒരു ലേശം വലിപ്പം കൂടുതലായിരിക്കും. അതാണ് നമുക്ക് വേണ്ടത്. അത് നമുക്കിനി ഇട്ട് കൊടുത്തിട്ട് ഇതിൽ അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ കുറേശ്ശെ മാവായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു കൊടുക്കാം. മക്കളെ, ഇനി നമുക്കിത് പൊരിക്കാനുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അത് പീച്ച് കൊടുക്കുന്നത് വാഴയുടെ ഇലയിലാണ്. വാഴയുടെ ഇല ഞാനൊന്ന് വാട്ടിയിട്ടുണ്ട്. അത് നമ്മളിത് മടക്കിയെടുക്കണം. അപ്പം മടക്കുമ്പോൾ കീറാതിരിക്കാനാണ് വാഴയുടെ വാട്ടിയെടുത്തത് കേട്ടോ. ഇനി നമുക്കിതിൽ ലേശം എണ്ണ പുരട്ടി കൊടുക്കാം. അതെന്തിച്ചിട്ടാ, ഇലയിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനാണ് എണ്ണ പുരട്ടി കൊടുക്കുന്നത്. ലേശം പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നൂൽപുട്ടിന് മാവ് പീച്ചണ പോലെ പരത്തി അങ്ങോട്ട് പീച്ചെടുക്കാം. ഇത്രയ്ക്ക് ഞാൻ പീച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് കരിഞ്ജീരകം വിതറിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ മടക്കാം. ഒരു ത്രികോണ ആകൃതിയിൽ മടക്കിയെടുക്കാം.
ഇനി ഇത് ഇങ്ങനെ മടക്കാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് മടക്കേണ്ടത്. ഇങ്ങനെ മടക്കി, പിന്നെ ഇങ്ങനെ മടക്കി, പിന്നെ ഇങ്ങനെ മടക്കുക. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ ഇല കീറാതിരിക്കാനാണ് ഇല വാട്ടിയതും എണ്ണ പുരട്ടിയത് കേട്ടോ. ഇത് കണ്ടില്ലേ. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് തിളച്ച എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതാ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അതിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല തിളച്ച എണ്ണയിൽ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇട്ട് കൊടുത്താൽ ഉടനെ ഒന്നും ഇളക്കരുത്, പൊടിഞ്ഞു പോവുകയെ. മക്കളെ, ഇത് നമ്മളിപ്പോൾ ഇട്ടിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ എടുത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല മൊരിഞ്ഞു വരട്ടെ. അങ്ങനെ നമ്മുടെ അമ്പഴത്തിൻ്റെ അട നല്ല മൊരാന്നായിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ട സൗണ്ട്. ഇനി നമുക്കിത് എടുക്കാം. എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ. പാത്രത്തിലിടുമ്പോൾ തന്നെ ചലചല കേൾക്കുന്നു. കണ്ടില്ലേ. എല്ലാവരും നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ എല്ലാ സ്നാക്കും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് എടുത്തിട്ട് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, മൊരുന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ലേ. ഇതാണ് മക്കളെ നമ്മുടെ അമ്പായത്തിൻ്റെ അട. മക്കളെ, ഇത് ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച വരെ ഇരിക്കും കേട്ടോ. നന്നായിട്ട് മൊരിയണം, മൊരിഞ്ഞാലേ ഇരിക്കുക. മൊരിഞ്ഞില്ലെങ്കിൽ പിന്നെ മൊരിയാത്തത് കേടുവരും. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണ്. കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കറുമുറാന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.